Hello, welcome back everyone. Now we are discussing another question paper of film studies. So first question, what is deep focus? Focus is a cinematographic technique where everything in the frame, foreground, middle ground and background is in sharp focus. അതായത് ഡീപ്പ് ഫോക്കസ് എന്ന് പറയുന്നത് ഒരു സിനിമാറ്റോഗ്രാഫിക് ടെക്നിക്കാണ്. ഒരു ഫ്രെയിമിൽ കാണുന്ന എല്ലാ സാധനങ്ങളും അത് ഫോർഗ്രൗണ്ടിലാകാം, മിഡിൽ ഗ്രൗണ്ടിലാകാം ആൻഡ് ബാക്ക്ഗ്രൗണ്ടിലാകാം, എല്ലാ സാധനങ്ങളും ഷാർപ്പ് ഫോക്കസിൽ കാണുന്ന ഒരു സിനിമാറ്റോഗ്രാഫിക് ടെക്നിക്കിനെയാണ് ഡീപ്പ് ഫോക്കസ് എന്ന് പറയുന്നത്. ഇറ്റ് അലൗസ് ദ ഓഡിയൻസ് ടു സീ ആൾ എലമെന്റ്സ് ക്ലിയർലി അറ്റ് ദ സെയിം ടൈം. ഇതുകൊണ്ട് ഒരേ സമയം ഓഡിയൻസിന് എല്ലാ എലമെന്റ്സിനും ക്ലിയർ ആയി കാണാൻ കഴിയും ഒരു സീനിലെ. ദിസ് ടെക്നിക് ഗിവ്സ് മോർ ഫ്രീഡം ടു വ്യൂവേഴ്സ് ടു ചൂസ് വേർ ടു ലുക്ക്. ഈ ടെക്നിക് കൊണ്ട് തന്നെ വ്യൂവേഴ്സിന് ഏത് ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കണം അല്ലെങ്കിൽ ഏത് ഭാഗം നോക്കണം എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ടു ക്രിയേറ്റ് റിയലിസം ആൻഡ് ഡെപ്ത് ഇൻ എ സെൻസ്. ഇതുകൊണ്ട് തന്നെ യഥാർത്ഥവും അതുപോലെ ഒരു സീന് ആഴത്തിൽ കാണാനും ഇത് സഹായിക്കുന്നു. ഇതാണ് ഡീപ്പ് ഫോക്കസ്. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ്? ക്രോണോളജിക്കൽ എഡിറ്റിംഗ് അറേഞ്ചസ് സീൻ ദ ഓർഡർ ഇൻ വിച്ച് ഈവൻറ്റ്സ് ആക്ച്വലി ഹാപ്പൻ ഇൻ ടൈം. അതായത് ക്രോണോളജിക്കൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഓരോ ഈവൻറ്റും ആ നടന്ന അനുസരിച്ച് സമയത്തിൻ്റെ ഓർഡറിനനുസരിച്ച് അറേഞ്ച് ചെയ്യുന്ന എഡിറ്റിങ്ങിനെയാണ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഫോളോസ് എ ലിനിയർ നെറേറ്റീവ് സ്ട്രക്ചർ ഫ്രം ബിഗിനിങ് ടു എൻഡ്. ഇത് തുടക്കം മുതൽ അവസാനം വരെ ഇതിനൊരു നെറേറ്റീവ് സ്ട്രക്ചർ ഉണ്ടാവും. ദിസ് മേക്സ് ദ സ്റ്റോറി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർ ദ ഓഡിയൻസ്. എൻ്റെ വരെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഓഡിയൻസിന് പെട്ടെന്ന് സ്റ്റോറി ക്യാപ്ചർ ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ്. പണ്ടുള്ള സിനിമയിലെ സ്റ്റോറി പറഞ്ഞിട്ടുള്ള സിനിമ ഉണ്ടാവുമല്ലോ, അതിലൊക്കെയാണ് ഇത് കോമൺലി യൂസ് ചെയ്യുന്നത്. അതാണ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ്. തേർഡ് ക്വസ്റ്റ്യൻ, ടെക്നിക്കലർ. വാട്ട് ഈസ് ടെക്നിക്കലർ? ടെക്നിക്കലർ ഈസ് ആൻ ഏർലി കളർ ഫിലിം പ്രോസസ് യൂസ്ഡ് ഇൻ സിനിമ ടു പ്രൊഡ്യൂസ് ബ്രൈറ്റ് ആൻഡ് വിവിഡ് കളേഴ്സ്. അതായത് ആദ്യകാലത്ത് സിനിമ ബ്രൈറ്റും പല കളറും ഉപയോഗിക്കാൻ വേണ്ടി പല കളറിലും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു കളർ ടെക്നിക്കിനെയാണ് ടെക്നിക്കലർ എന്ന് പറയുന്നത്. ഇറ്റ് ബിക്കം പോപ്പുലർ ഇൻ ഹോളിവുഡ് ഫിലിംസ് ഡ്യൂറിങ് ദ 13th ആൻഡ് 1914s. ഈ സമയത്താണ് ഈ ടെക്നിക്കലർ പോപ്പുലർ ആയത്. ദിസ് ടെക്നോളജി എൻഹാൻസ്ഡ് വിഷ്വൽ അപ്പീൽ ആൻഡ് റിയലിസം ഇൻ ഫിലിംസ്. കളർ വന്നതോടുകൂടി തന്നെ കൂടുതൽ റിയലിസം മൂവീസിന് വന്ന്, അതുപോലെ തന്നെ വിഷ്വൽ അപ്പീലും കൂടി. മെനി ക്ലാസിക് ഫിലിംസ് യൂസ് ടെക്നിക്കലർ ടു ക്രിയേറ്റ് എ റിച്ച് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. ഈ ടെക്നിക്കലർ വന്നതുകൂടി തന്നെ ഫിലിംസിൻ്റെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് വർദ്ധിച്ചു. അതായത് ക്ലാസിക് ഫിലിംസൊക്കെ ഇത് യൂസ് ചെയ്തുകൊണ്ട് പ്രേക്ഷകന് വിഷ്വൽ എക്സ്പീരിയൻസ് കൂടി എന്ന് പറയുന്നത്. Fourth one, what is a short film? A short film is a motion picture with a shorter duration, usually less than 40 minutes. 40 മിനിറ്റ്സിന് താഴെയുള്ള ഒരു ചെറിയ ഫിലിമിനെയാണ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. ഇറ്റ് ടെൽസ് എ സ്റ്റോറി ഇൻ എ ബ്രീഫ് ആൻഡ് കോൺഷ്യസ് മാനർ. ഇതൊരു സ്റ്റോറിയെ ബ്രീഫ് ആക്കിക്കാണ്ട് പറയാവും. ഷോർട്ട് ഫിലിംസ് ഓഫൻ ഫോക്കസ് ഓൺ എ സിംഗിൾ ഐഡിയ ഓർ തീം. ഒരു ചെറിയ ഐഡിയ അല്ലെങ്കിൽ ചെറിയൊരു ആശയത്തെ ആയിരിക്കും ഒരൊറ്റൊരു ആശയത്തെ ആവും ഷോർട്ട് ഫിലിമിൽ ഫോക്കസ് ചെയ്യുക. ദേ ആർ കോമൺലി യൂസ്ഡ് ഫോർ എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്ക്. പരീക്ഷണാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്വതന്ത്രമായി ഒക്കെ ഒരു ഫിലിം എടുക്കണം എന്നുള്ളവരായിരിക്കും കൂടുതലും ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ, ഗീവ് ദ നെയിംസ് ഓഫ് എനി 2 സിഗ്നിഫിക്കൻറ്റ് ഡയറക്ടേഴ്സ് ഓഫ് ഇറ്റാലിയൻ നിയോ റിയലിസം. നിയോ റിയലിസത്തിലെ 2 സിഗ്നിഫിക്കൻ്റ് ആയ ഡയറക്ടേഴ്സിൻ്റെ പേര് ചോദിക്കുന്നത്. 2 ഇമ്പോർട്ടൻറ്റ് ഡയറക്ടേഴ്സ് ഓഫ് ഇറ്റാലിയൻ നിയോ റിയലിസം ആർ വിറ്റോറിയോ ഡിസേക്ക ആൻഡ് റോബർട്ടോ റോസെല്ലിനി. ഇവർ രണ്ടുപേരുമാണ് ഇമ്പോർട്ടൻറ്റ് ഡയറക്ടേഴ്സ് ഓഫ് ഇറ്റാലിയൻ നിയോറിയലിസം. ദേ ഫോക്കസ്ഡ് ഓൺ റിയൽ ലൈഫ് സ്റ്റോറീസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഇവർ ഫോക്കസ് ചെയ്തത് റിയൽ ലൈഫ് സ്റ്റോറീസും അതുപോലെ സോഷ്യൽ ഇഷ്യൂസുമാണ് ഫോക്കസ് ചെയ്തത്. ദെയർ ഫിലിംസ് യൂസ്ഡ് നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സ് ആൻഡ് റിയൽ ലൊക്കേഷൻ. അതുപോലെ മൂവീസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ പ്രൊഫഷണൽ ആക്ടേഴ്സൊന്നുമില്ല, റിയൽ ലൊക്കേഷനും അവിടുത്തെ ജനങ്ങളുമാണ്, അവിടുത്തെ ആക്ടേഴ്സുമാണ്. ദേ പ്ലേഡ് എ കീ റോൾ ഇൻ ഷേപ്പിംഗ് ദിസ് മൂവ്മെൻറ്റ്. ഇതിലെ പ്രധാനപ്പെട്ട കീ റോളാണ് ഇവർ രണ്ടാൾക്കുള്ളത്. അതായത് വിറ്റോറിയോ ഡിസേക്കും റോബർട്ടോ റോസെല്ലിനിക്കും ഇതിലെ പ്രധാനപ്പെട്ട 2 ഡയറക്ടറാണ് ഇറ്റാലിയൻ നിയോറിയലിസത്തെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർമലിസം ഇൻ ഫിലിം. ഫിലിമിലെ ഫോർമലിസത്തിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. ഫോർമലിസം ഇൻ ഫിലിം ഫോക്കസസ് ഓൺ ദ ആർട്ടിസ്റ്റിക് elements like editing, camera angles, lighting and sound rather than just telling a realistic story. അതായത് സിനിമയിലുള്ള ഫോർമലിസം ഫോക്കസ് ചെയ്യുന്നത് ടെല്ലിങ് എ ശരിക്കുള്ളൊരു സ്റ്റോറി പറയുന്നതോടത്തല്ല ഈ ഫോർമലിസം ഫോക്കസ് ചെയ്യുന്നത്. പകരം ആർട്ടിസ്റ്റിക് എലിമെൻറ്റ്സ് ആയ എഡിറ്റിങ്, ക്യാമറ ആംഗിൾ, ലൈറ്റിംഗ് ആൻഡ് സൗണ്ട് ഇതിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മൂവി എന്തായിക്കോട്ടെ, റിയലിസ്റ്റിക് ആണോ അല്ലാത്ത സ്റ്റോറി എന്തായിക്കോട്ടെ, പക്ഷേ ഈ എഡിറ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ്, ആർട്ടിസ്റ്റിക് എലമെൻറ്റ്സ് ആയ ഈ പറയുന്ന സാധനങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് എംഫസൈസ് ഹൗ ഫിലിംസ് ആർ കൺസ്ട്രക്റ്റഡ് ടു ക്രിയേറ്റ് മീനിങ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഫിലിം കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതുപോലെ ആ സ്റ്റോറി ഡയറക്ടർ ഉദ്ദേശിച്ച മൂവിയിലെ സ്റ്റോറി അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ആ മൂവി
നിർമ്മിച്ചത് എന്നാണ് ഇവർ നോക്കുന്നത്. അതുപോലെ തന്നെ ഫോർമലിസ്റ്റ് ഫിലിം മേക്കേഴ്സ് യൂസ് ക്രിയേറ്റീവ് ടെക്നിക് ടു ഷേപ്പ് ഓഡിയൻസ് പ്രിസെപ്ഷൻ. ഓഡിയൻസിൻ്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിക്കാണ്ട് അവർ ക്രിയേറ്റീവായ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ ഇറ്റ് ഹൈലൈറ്റ്സ് സ്റ്റൈൽ ഓവർ റിയലിസം. യഥാർത്ഥ മൂവിയേക്കാളും അവർ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് സ്റ്റൈലിനെയൊക്കെയാണ്. പ്രേക്ഷകന് പുറത്തേക്ക് കാണുന്ന ആ വിഷ്വലി ഉള്ള ക്യാമറ എഡിറ്റിങ്ങും ലൈറ്റിങ്ങും സൗണ്ട് അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓവർ റിയലിസം എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ മൂവിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ കുറേ ആൾക്കാർ. അതുപോലെ യഥാർത്ഥമായൊരു സ്റ്റോറിയല്ല അവർ പ്രോത്സാഹിപ്പിക്കുന്നത്, പകരം സ്റ്റൈലിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. 7th one, what is author theory? എന്താണ് author theory എന്ന ക്വസ്റ്റ്യന്? Author theory suggests that the director is the author of a film. അവർ പറയുന്നത് ഡയറക്ടറാണ് ഒരു മൂവിയുടെ ഓതർ. ഇത് എംഫസൈസ് ദ ഡയറക്ടേഴ്സ് പേഴ്സണൽ വിഷൻ ആൻഡ് സ്റ്റൈൽ ഇൻ ഷേപ്പിംഗ് ദ മൂവി. ഒരു മൂവിയെ ഷേപ്പ് ചെയ്യുന്നത് ആ ഡയറക്ടറിൻ്റെ പേഴ്സണലായ വിഷനും സ്റ്റൈലൊക്കെ ആയിരിക്കും അത് ഒരു മൂവിയെ ഷേപ്പ് ചെയ്യുന്നത്. ഈവൻ ദോ ഫിലിം മേക്കിംഗ് ഈസ് കൊളാബറേറ്റീവ്. ഫിലിം മേക്കിംഗ് ഒരു കൂട്ടായ പ്രവർത്തനമാണെങ്കിലും ദ ഡയറക്ടർ ഇൻഫ്ലുവൻസ് ഈസ് ഡൊമിനൻ്റ്. ഡയറക്ടറുടെ തീരുമാനങ്ങളായിരിക്കും മുകളിൽ നിൽക്കുന്നത്. ദിസ് തിയറി വാസ് പോപ്പുലറൈസ്ഡ് ബൈ ഫ്രഞ്ച് ഫിലിം ക്രിറ്റിക്സ്. ഈ തിയറി കൊണ്ടുവന്നത് ഫ്രഞ്ച് ഫിലിം ക്രിറ്റിക്സ് ആണ്. ഈ തിയറി കൊണ്ടുവന്നത് അതായത് ഫിലിം ഒരു കൂട്ടായി നടക്കുന്ന ഒരു പ്രവർത്തനമാണെങ്കിലും ഡയറക്ടർ എന്താണ് പറയുന്നത് അതിൻ്റെ മുകളിൽ വേറൊരാളെ അഭിപ്രായം എടുക്കില്ലല്ലോ. അതാണ് ഡയറക്ടറുടെ പേഴ്സണൽ വിഷനും സ്റ്റൈലും ഒക്കെയാണ് ഒരു മൂവിയെ ഷേപ്പ് ചെയ്യുന്നത്. ഇതാണ് ഓട്ടോ തിയറി. 8th question, what is mean by culture industry? The term cultural industry was introduced by Theodor Adorno and Max Horkheimer. തിയോഡർ അഡോർണോയും മാക്സ് ഹോർക്കൈമറുമാണ് ഈ കൾച്ചർ ഇൻഡസ്ട്രി എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് റെഫേഴ്സ് ടു ദ മാസ് പ്രൊഡക്ഷൻ ഓഫ് കൾച്ചർ ലൈക്ക് ഫിലിംസ്, മ്യൂസിക് ആൻഡ് മീഡിയ ഫോർ പ്രോഫിറ്റ്. അതായത് ഫിലിംസും മ്യൂസിക്കും മീഡിയ ഒക്കെ പ്രോഫിറ്റിന് വേണ്ടിയാണ്ട് മാസായി കുറേ നിർമ്മിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ദീസ് ഇൻഡസ്ട്രീസ് സ്റ്റാൻഡർഡൈസ് കണ്ടന്റ് ടു കൺട്രോൾ ഓഡിയൻസ്. അതുപോലെ ഈ ഇൻഡസ്ട്രീസ് ആ ഫിലിംസിൻ്റെ കണ്ടന്റ് പോലും, ആ ഫിലിമിലുള്ള തീം അല്ലെങ്കിൽ കണ്ടന്റ് പോലും ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി നിർമ്മിക്കുകയാണെന്നാണ് പറയുന്നത്. ഇറ്റ് ക്രിറ്റിസൈസ് ഹൗ കൾച്ചർ ബിക്കംസ് എ കമ്മോഡിറ്റി. അതുപോലെ ഒരു സംസ്കാരം എങ്ങനെയാണ് ഒരു വാണിജ്യ വസ്തുവായി മാറിയത് എന്നാണ് ഇവർ ഈ ക്രിറ്റിക്സ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഇറങ്ങിയൊരു ടേമാണ് കൾച്ചർ ഇൻഡസ്ട്രി. അതായത് ഫിലിം ജനങ്ങളുടെ അവയർനെസ്സിനോ ജനങ്ങൾക്ക് നല്ലത് വരുത്താനോ വേണ്ടി തുടങ്ങിയതല്ല, പ്രോഫിറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആണ് ഫിലിമിനെയും മ്യൂസിക്കിനെയും മീഡിയ എല്ലാം വിൽക്കുന്നത്. ഇതിലൂടെ സംസ്കാരത്തെ പോലും വിൽക്കുന്നു എന്നാണ് ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9th question, what is Mates error according to Waller? ഇവർ രണ്ടുപേരും ഓരോ ടേം കൊണ്ടുവന്നിട്ടുണ്ട് ഫിലിമിനെ പറ്റി. അതിൻ്റെ എറർ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, പീറ്റർ വോളൻ ആർഗ്യൂഡ് ദാറ്റ് ക്രിസ്ത്യൻ മേറ്റ്സ് മെയ്ഡ് ആൻ എറർ ബൈ ട്രീറ്റിംഗ് സിനിമ എക്സാക്ട്ലി ലൈക്ക് ലാംഗ്വേജ്. അതായത് മേറ്റ്സ് സിനിമയെ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ലാംഗ്വേജ്. അത് ലാംഗ്വേജ് ഭാഷയെ പോലെ തന്നെയാണ് സിനിമകൾ എന്നാണ് മേറ്റ്സ് പറയുന്നത്. പക്ഷേ അത് പറയുന്നത് പീറ്റർ വോളൻ്റെ അഭിപ്രായത്തിൽ ഈ മേറ്റ്സ് പറഞ്ഞ കാര്യം തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മേറ്റ്സ് ട്രൈ ടു അപ്ലൈ ലിംഗ്വിസ്റ്റിക് മോഡൽസ് ഡയറക്റ്റ്ലി ടു ഫിലിം. അതായത് ഭാഷാപരമായ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും, ലിംഗ്വിസ്റ്റിക് മോഡൽസൊക്കെ അദ്ദേഹം അതുപോലെ തന്നെ ഫിലിമിന് കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു. വോളൻ ബിലീവ്ഡ് സിനിമ വർക്ക്സ് ഡിഫറൻ്റ്ലി ആൻഡ് കനോട്ട് ബി ഫുള്ളി എക്സ്പ്ലെയിൻഡ് ആസ് എ ലാംഗ്വേജ് സിസ്റ്റം. അതായത് ലാംഗ്വേജ് സിസ്റ്റത്തെ പോലെ ഫുള്ളി എക്സ്പ്ലെയിൻ ആകാൻ ഫിലിമിന് പറ്റില്ല. ഫിലിമ വർക്ക്സ് ഡിഫറൻ്റ്ലി. ഫിലിമ വർക്ക് ചെയ്യുന്നത് ഡിഫറൻ്റ് ആണ്, അല്ലാതെ ലാംഗ്വേജിനെ പോലെയല്ല ഫിലിമ വർക്ക് ചെയ്യുന്നത്. അതാണ് വോളൻ്റെ അഭിപ്രായം. സോ അതുകൊണ്ട് തന്നെ ദിസ് മേറ്റ്സ് അപ്രോച്ച് വാസ് കൺസിഡേർഡ് ലിമിറ്റഡ്. അതുകൊണ്ട് തന്നെ മേറ്റ്സിൻ്റെ അഭിപ്രായം ലിമിറ്റഡായി, അതായത് അത് അവസാനിച്ചു എന്നാണ് പറയുന്നത്. അതൊരു അർത്ഥമില്ലാത്തൊരു ആർഗ്യുമെൻ്റാണ് എന്ന് പറയുന്നത്. അർത്ഥമില്ലാത്തൊരു ആർഗ്യുമെൻ്റാണ് മേറ്റ്സിൻ്റെ എന്നാണ് പീറ്റർ വോളൻ്റെ അഭിപ്രായം. 10th question, what is scopophilia? Scopophilia means that pleasure of looking, especially in a sexual or visual sense. കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, പ്ലഷറിനെയാണ് സ്കോപ്പോഫോലിയ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇൻ എ സെക്ഷൽ ഓർ വിഷ്വൽ സെൻസ്. ഇറ്റ് ഈസ് ഓഫൺ ഡിസ്കസ്ഡ് ഇൻ ഫിലിം തിയറി ബൈ ലൗറ മൾവേ. ഇത് ഫിലിം തിയറിയിൽ ഡിസ്കസ് ചെയ്തത് ലൗറ മൾവേ എന്ന ആളാണ്. സിനിമ എൻകറേജസ് വ്യൂവേഴ്സ് ടു ടേക്ക് വിഷ്വൽ പ്ലഷർ ഇൻ വാച്ചിങ് ക്യാരക്ടേഴ്സ്. സിനിമ എൻകറേജ് ചെയ്യുന്നത് വ്യൂവേഴ്സ് ഓരോ ക്യാരക്ടേഴ്സിനെയും വാച്ച് ചെയ്യുമ്പോൾ അവർക്ക് വിഷ്വൽ പ്ലഷർ കിട്ടുമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ദ മെയിൽ ഗെയ്സ്. ഇത് മെയിൽ ഗെയ്സിൻ്റെ കൺസെപ്റ്റിനോടുമായി റിലേറ്റ് ചെയ്തൊരു ടേമാണ് ഈ സ്കോപ്പോഫോലിയ.